ലോകത്ത് ഫൈറ്റർ ജെറ്റുകളുടെ എഞ്ചിൻ അല്ലെങ്കിൽ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ അധികം രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. വളരെ അപൂർവം ചില രാജ്യങ്ങൾക്ക് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. ഇന്ത്യയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നും സ്വന്തമായി ഒരു ജെറ്റ് എഞ്ചിൻ നിർമ്മിക്കുന്നതാണ്. നമ്മുടെ തേജസ് പോലുള്ള ഫൈറ്റർ ജെറ്റുകൾക്കായി നമ്മൾ അമേരിക്കയും മറ്റുമാണ് ആശ്രയിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപരോധം ഇന്ത്യക്കെതിരെ ഈ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയാൽ നമ്മുടെ വിമാന പദ്ധതികളെല്ലാം തന്നെ നിന്നു പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുക എന്നത് വളരെ വലിയൊരു ഘടകമാണ്. ഇന്ത്യക്ക് മാത്രമല്ല, ചൈനയ്ക്കും ഈ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. പൂർണ്ണ തോതിൽ സാധിച്ചിട്ടില്ല. അവരും ചൈനയെ പോലെ ഇത്രയും സാങ്കേതിക വിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന് പോലും സ്വന്തമായി ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. മറ്റേതെങ്കിലും രാജ്യങ്ങൾ നൽകിയ എഞ്ചിൻ അഴിച്ച് പരിശോധിച്ച് പണിഞ്ഞൊക്കെ ചിലപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാകാം. എന്നല്ലാതെ അവർക്ക് സ്വന്തമായി ഒരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ ഫ്രാൻസുമായി ചേർന്ന് വികസിപ്പിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് രാജ്യം പോകുന്നത്. നമ്മുടെ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിനുകളാണ് ഫ്രാൻസിൻ്റെ സഫ്രാനുമായി ചേർന്ന് ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അദ്ദേഹം അന്ന് വേൾഡ് ലീഡേഴ്സ് ഫോറത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്ന കാര്യമാണ് ഇത്. കഴിഞ്ഞ മാസം 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ രാജ്യം ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ബ്രിട്ടന്റെ റോൾസ് റോയ്സും അമേരിക്കയുടെ ജനറൽ ഇലക്ട്രിക് പോലുള്ള കമ്പനികളെയൊക്കെ ഒഴിവാക്കിയാണ് ഫ്രാൻസിന്റെ സഫ്രാനെ തിരഞ്ഞെടുത്തത്. അത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഇന്ത്യക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു പ്രതിരോധ പങ്കാളി തന്നെയാണ് ഫ്രാൻസ്. ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ DRDO ആണ് ഈ എഞ്ചിൻ നിർമ്മാണം ഏകോപിപ്പിക്കുന്നത്. ഇതിൽ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും പങ്കാളിയാകും. ഇതിന്റെ പ്രോട്ടോടൈപ്പ് 2027ഓടെ ആദ്യ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കാനാണ് സാധ്യത. 2030-ൽ എഞ്ചിൻ പുറത്തിറക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എഞ്ചിന്റെ 5 പ്രോട്ടോടൈപ്പുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും വികസിപ്പിക്കുന്നതിനും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഏകദേശം 15,000 കോടി രൂപ നേരത്തെ തന്നെ അനുവദിച്ചിരുന്നു. അതുപോലെ റഫാൽ യുദ്ധവിമാന എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണിക്കായി സഫ്രാൻ ഹൈദരാബാദിൽ ഒരു സൗകര്യം ഒരുക്കുന്നുണ്ട്. എഞ്ചിന്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുന്ന തരത്തിലാണ് സഫ്രാനുമായുള്ള ധാരണ. അതുപോലെ രാജ്യത്ത് ഹെലികോപ്റ്ററുകളുടെ എഞ്ചിനുകളും സഫ്രാൻ കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത്. ഏറ്റവും പുതിയ ഒരു വാർത്ത പ്രകാരം ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിൽ $7 ബില്യൺ എഞ്ചിൻ സഹകരണ കരാറിനാണ് ഇപ്പോൾ രൂപം നൽകുന്നത്. 120 KN ത്രസ്റ്റ് ക്ലാസ് എഞ്ചിനുള്ള സഹവികസന കരാറിൻ്റെ രൂപരേഖ ഇന്ത്യയും ഫ്രാൻസും തയ്യാറാക്കുന്നുണ്ട്. MK2 ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ എന്നിവയിൽ ഇത് ഉപയോഗിക്കും. $7 ബില്യൺ കരാർ പൂർണ്ണ IPR ആൻഡ് സാങ്കേതിക കൈമാറ്റമുള്ള ഏകദേശം 400 എഞ്ചിനുകൾക്കുള്ള ഗവേഷണം, സഹവികസനം, ഉൽപാദനം, ലൈഫ് സൈക്കിൾ സപ്പോർട്ട് എന്നിവ എല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇതിൽ എഞ്ചിൻ പരിഷ്കാരങ്ങൾ, ഡെറിവേറ്റീവുകൾ സൃഷ്ടിക്കൽ, അടുത്ത തലമുറ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള അപ്ഗ്രേഡുകൾ, പ്രത്യേകിച്ച് 6ാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായുള്ള അഡാപ്റ്റീവ് സൈക്കിൾ എഞ്ചിൻ സാങ്കേതിക വിദ്യ എല്ലാം ഉൾപ്പെടുന്നു. 120 KN എഞ്ചിൻ ഇന്ത്യൻ എയർഫോഴ്സിന് ഏകദേശം 120 AMCI MK2 ജെറ്റുകൾക്കും ഇന്ത്യൻ നാവികസേനയ്ക്ക് ഏകദേശം 80 TED-BF ജെറ്റുകൾക്കും ശക്തി പകരും. കൂടാതെ ഇതിനകം ആലോചിച്ച പോലെ 6ാം തലമുറ പ്ലാറ്റ്ഫോമിനായി അതേ കോർ ഉപയോഗിച്ച് അപ്ഡേറ്റഡ് 140 KN ക്ലാസ് ജെറ്റ് എഞ്ചിൻ്റെ വികസനവും ഭാവിയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഈ കരാർ ആസൂത്രണം ചെയ്തതുപോലെ നടപ്പിലാക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യക്കൊരു ഗെയിം ചേഞ്ചറായിരിക്കും. കൂടാതെ ദേശീയ സുരക്ഷയുടെയും ജെറ്റ് എഞ്ചിൻ നിർമ്മാണത്തിലെ സാങ്കേതിക കഴിവുകളുടെയും കാര്യത്തിൽ അതിൻ്റെ മുഖ്യ എതിരാളികളായ ചൈനയേക്കാൾ ഒരു മുൻതൂക്കം നൽകും. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളതും ഒരു രാജ്യത്തിന് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്നതുമായ പ്രക്രിയയാണ്. ചൈനയ്ക്ക് പോലും ഇതുവരെ ഈ മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.